ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് എനിക്ക് ആഡ്സെൻസ് ലെറ്റർ കിട്ടി എന്നുള്ള ആ സന്തോഷ വാർത്ത പറയാനാണ്. കൂടെ അത് കിട്ടാൻ കുറച്ച് വൈകിയ കാരണങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അതാ വണ്ടീൻ്റെ ഹോണടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹാഫ് മോണി ആയത് നവംബർ മാസമായിരുന്നു. നവംബർ 1-ാം തീയതി ആയിരുന്നു ഹാഫ് മോണി ആയത്. അങ്ങനെ ജനുവരി 5-ന് ഞാൻ ഫുൾ മോണിയായി. ഇത് വന്നിട്ട് ജനുവരി ആകുമ്പോൾ ഇത് 6-ാമത്തെ മാസമായില്ലേ. പിൻ നമ്പർ വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തിരുന്നു. എന്തായിട്ടും വരുന്ന കാണുന്നില്ല. പോസ്റ്റ് ഓഫീസിലൊക്കെ ഞാൻ പോയി പറഞ്ഞു, എന്നിട്ട് ഒന്നും വരുന്ന കാണുന്നില്ല. 3 തവണ അഡ്രസ്സിലേക്ക് പിന്നെ വന്നില്ല. അയച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി ഒന്നും കിട്ടൂല, എൻ്റെതെല്ലാം പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ദിവസം ഞാൻ ലൈവ് ഇട്ടിട്ട് നോക്കുമ്പം എൻ്റെ ഈ മോണിയായതിൻ്റെ ഇതുണ്ടല്ലോ, അപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോണി മൊത്തം കട്ടായി എന്ന് വിചാരിച്ച്. അപ്പോൾ അവർ തൽക്കാലത്തേക്ക് ആ ഡേറ്റ് ആയതിൻ്റെ സമയത്ത് കുറച്ച് ഒരു 3-4 ദിവസത്തേക്ക് 3 ദിവസമാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ കട്ടാക്കി. എല്ലാം പോയി എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓൺലൈനിൽ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് ഒരാൾ പറഞ്ഞു തന്ന്. അപ്പം അങ്ങനെ ചെയ്ത്, അപ്പം അങ്ങനെ ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്ത് അന്നതിൻ്റെ ശേഷം അതിലൂടെ തന്നെ പിൻ നമ്പറും എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് പിൻ നമ്പർ കിട്ടി. അതിലേക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് എൻ്റെ ആഡ്സെൻസ് ലെറ്റർ ഇതാ വരുന്നത് ഗൈസ്. ഇതാണ് ആഡ്സെൻസ് ലെറ്റർ എൻ്റെ, കണ്ടല്ലോ. അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും കൂടി ഞാൻ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെയൊരു വീഡിയോ എടുത്തത്. വേറെ ഒന്നുമല്ല. പിന്നെ ഒരു ചെറിയൊരു സങ്കടം വന്നല്ലോ അതിൻ്റെ നടുക്ക്. എനിക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷമമുണ്ടല്ലോ. അപ്പം അതും കൂടി നിങ്ങളെ അറിയിക്കാം. അന്ന് കുറച്ചാളോട് എന്നാ കാരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നെന്താ വേഗം ലൈവ് നിർത്തുന്നതെന്നെല്ലാം ചോദിച്ചേരോ. ഇന്ന് ഞാൻ നിർത്തുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തുകയത് എന്താണെന്നായിരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു കാരണം. എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ സന്തോഷം ഞാൻ നിങ്ങളെയും കൂടി പങ്കിടുന്നതാണ്. അപ്പോൾ എനിക്കും കിട്ടി. കാത്തിരിപ്പിനൊടുവിൽ എനിക്കും ആ ലെറ്റർ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഗൈസ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോൾ വീണ്ടും ഇനി നിങ്ങളെല്ലാം സപ്പോർട്ട് എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. സമയം കിട്ടുമ്പോൾ ഞാൻ എപ്പോൾ ഇടുന്ന പോലെ തന്നെ ലൈവ് ഇട്ടിട്ടും വീഡിയോ എല്ലാം ഇട്ടിട്ടും എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തതാണ് ഗൈസ്. ഏതായാലും എല്ലാവരും ഇത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ടും കാണണം. ആരും കാണാണ്ടിരിക്കാൻ പാടില്ല. ഒരു ചെറിയ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്, വലിയ അധികം ഒരുപാടൊന്നും ഇട്ടിട്ട് നിങ്ങളെയൊന്നും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. എനിക്കത് കിട്ടിയതിൻ്റെ ഇത് മിഞ്ഞാന്നാണ് കിട്ടിയത്. 23-ാം തീയതി വൈകിട്ടാണ് ഈ ആഡ്സെൻസ് ലെറ്റർ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ കറണ്ട് ഉണ്ടായിട്ടില്ല. കാറ്റും മഴയെല്ലാം കാരണം കറണ്ടെല്ലാം കുറേ സമയം പോയിട്ടുള്ളൂ. ഇന്നും ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ആദ്യം കട്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. വെളിച്ചം ഉണ്ടാവില്ല, പിന്നെ ഇരുട്ടത്തായിരിക്കും. അന്ന് ഞാനൊരു വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പം കറണ്ട് പോയിട്ട് നിങ്ങൾക്ക് കാണാം. ഇരുട്ടത്ത് ഞാനിങ്ങനെ പറയുന്നതായിട്ടുള്ള അതങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോയിലായി കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടാവും. ഞാനൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും എടുക്കുന്നതൊന്നുമില്ല. എനിക്കിതിനെ പറ്റിയൊന്നും വലിയ ഇതൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അതെല്ലാം കണ്ട് സപ്പോർട്ട് തരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും തുടർന്നും എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.